ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ച് നോട്ടാണ്. 30ാമത്തെ സ്റ്റിച്ചാണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അതിന് താഴേന്ന് നീഡിൽ കുത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ സൂചിയിൽ 3 പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചുറ്റിയിട്ട് തൊട്ടടുത്ത് തന്നെ നമ്മൾ കുത്തിയതിൻ്റെ തൊട്ടടുത്തേക്ക് കുത്തിയിട്ട് ആ ഒരു ത്രെഡിനെ നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് വലിക്കണം കേട്ടോ സൂചിയിൽ നിന്നും. പതുക്കെ വളരെ പതുക്കെ നമ്മൾ എന്ത് ചെയ്യുക, താഴേക്ക് വലിച്ചെടുക്കുക. കണ്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡോട്ട് പോലുള്ളത് താഴേക്ക് പോകും കേട്ടോ. നമ്മൾ വളരെ സ്ട്രോങ്ങിൽ വലിക്കുമ്പോൾ താഴേക്ക് പോവേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കുത്തിയെടുക്കുന്നത് എവിടെയാണോ അതിൻ്റെ തൊട്ടടുത്താണ്, അതേ പോയിന്റിലേക്ക് വേണ്ട, തൊട്ടടുത്ത പോയിന്റിലേക്ക് നമ്മൾ ഇതുപോലെ താഴേക്ക് കുത്തിയിറക്കി പതുക്കെ വലിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, 3 പ്രാവശ്യം ചുറ്റിയിട്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഫ്രഞ്ച് നോട്ടിന് 3 പ്രാവശ്യം ചുറ്റുക. നമുക്ക് 1 പ്രാവശ്യം ചുറ്റിയിട്ടും ചെയ്യാം, അതുപോലെ തന്നെ 2 പ്രാവശ്യം ചുറ്റിയിട്ട് ചെയ്യാം. പക്ഷെ അത് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ വലുപ്പത്തിനനുസരിച്ചിരിക്കും. അതുപോലെ ഈ ഒരു ത്രെഡ് എന്ന് പറഞ്ഞാൽ 6 സ്ട്രാൻഡ്സ് ആണ് ഇട്ടിട്ട് ചെയ്തിട്ടുള്ളത്. 3 സ്ട്രാൻഡ്സ് ഇട്ടിട്ടും നമുക്കിത് ചെയ്യാം. അപ്പോൾ ആ ഒരു എന്താ പറയുക, നമ്മൾ ആ ഒരു ഫ്രഞ്ച് നോട്ട് ഉണ്ടല്ലോ അതിൻ്റെ വലുപ്പത്തിന് വ്യത്യാസം വരുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കണ്ടില്ല, അപ്പോൾ ഇത് ലൈൻ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള സ്റ്റിച്ചാണ് കേട്ടോ. ഇതൊരു ഫില്ലിങ് സ്റ്റിച്ചാണ്. നമുക്ക് നല്ല പൂമ്പൊടി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നല്ല ഭംഗിയാണത് ചെയ്യാനായിട്ട് കേട്ടോ. അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ഈ ത്രെഡിനൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ലൂസായിട്ട് കിടക്കും. കണ്ടപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട് 2 കൈയും യൂസ് ആവണം അല്ലേ, 2 കൈയും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു എംബ്രോയ്ഡറി സ്റ്റാൻഡാണ് കേട്ടോ ഇതിലേക്ക് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. നല്ല ഇതുപോലെ നമുക്ക് ചെരിച്ചൊക്കെ കൊടുക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് ഇല്ലാത്തവർക്ക് ഇതുപോലെ നമ്മൾ ഒരു ടേബിളിൻ്റെ അറ്റത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, വെയിറ്റുള്ള ഒരു സാധനം വെക്കുക. വെയിറ്റുള്ള ബുക്കോ ബോക്സോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ തുന്നി കൊടുക്കാവുന്നതാണ് കേട്ടോ.